ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ കാണാറുള്ള ഒരു ഡോൾബി ഡിജിറ്റൽ 5.1 ഓഡിയോ സൗണ്ട് ബാർ സിസ്റ്റമാണ് Zebronics 9400 Pro. ഈ സൗണ്ട് ബാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഓഫർ സമയങ്ങളിലുള്ള ഇതിന്റെ കുറഞ്ഞ വിലയും ഇതിൽ നിന്ന് ലഭിക്കുന്ന 5.1 ഡോൾബി ഡിജിറ്റൽ സറൗണ്ട് ഔട്ട്പുട്ടുമാണ്. ആദ്യം നമുക്ക് ഈ സൗണ്ട് ബാറിന്റെ നിർമ്മാതാക്കളുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് പവറായിട്ട് അവർ അവകാശപ്പെടുന്നത് 525 വാട്ട്സ് ആണ്. പെട്ടെന്ന് കേൾക്കുന്ന ആരെയും ഒന്ന് ഞെട്ടിക്കാൻ പര്യാപ്തമായ വലിയൊരു ഔട്ട്പുട്ട് പവർ അളവാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് വിശദമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ 525 വാട്ട്സ് ഔട്ട്പുട്ട് പവർ ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിന് ലഭിക്കുമെന്ന് കമ്പനി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനു താഴെയായിട്ട് നമ്മൾ പ്ലേ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന USB ഡ്രൈവിന്റെ പരമാവധി കപ്പാസിറ്റി 32 GB ആയിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ താഴെയായിട്ട് സബ്വൂഫറിന്റെയും സൗണ്ട് ബാറിന്റെയും സറൗണ്ട് സ്പീക്കറുകളുടെയും അളവുകൾ എത്രയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു താഴെയായിട്ട് ഈ ബോക്സിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ബോക്സിനകത്ത് ഒരു സൗണ്ട് ബാർ ഉണ്ട്, ഒരു സബ്വൂഫർ യൂണിറ്റ് ഉണ്ട്, 2 സാറ്റലൈറ്റ് സ്പീക്കർ യൂണിറ്റുകളുണ്ട്, ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്, അതുപോലെ 2 ഇൻപുട്ട് കേബിളുകളുമുണ്ട്. ഇനി ഈ ബോക്സ് ഒന്ന് അഴിച്ചു നോക്കാം. ഈ ബോക്സിനകത്ത് എല്ലാ ഘടകങ്ങളും വളരെ വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഒരു സബ്വൂഫർ ഉണ്ട്, 2 സാറ്റലൈറ്റ് സ്പീക്കറുകളുണ്ട്, 3 സ്പീക്കർ ഡ്രൈവറുകൾ അടങ്ങിയ ഒരു സൗണ്ട് ബാർ യൂണിറ്റ് ഉണ്ട്, കേബിളുകളും യൂസർ മാനുവലും റിമോട്ടും എല്ലാം അടങ്ങിയ മറ്റൊരു പാക്കറ്റും ഉണ്ട്. ഈ കാണുന്നതാണ് ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ സാറ്റലൈറ്റ് സ്പീക്കറുകൾ. ഈ സാറ്റലൈറ്റ് സ്പീക്കറുകൾ ചുമരിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു സ്ക്രൂ ചുമരിൽ ഘടിപ്പിച്ച ശേഷം ഇത് നേരിട്ട് അതിലേക്ക് ഘടിപ്പിച്ചാൽ മതിയാകും. നമ്മുടെ കയ്യിലൊതുക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള ചെറിയ സാറ്റലൈറ്റ് സ്പീക്കറുകളാണ് ഓഡിയോ സിസ്റ്റത്തിന് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നറിയണമെങ്കിൽ ഒരു അഴിച്ചു പരിശോധന എന്തായാലും ആവശ്യമാണ്. നമുക്ക് ഈ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ കാണുന്ന സ്ക്രൂകൾ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ മെയിൻ ബോർഡ് കാണാൻ സാധിക്കും. മെയിൻ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐസികളും അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സറും ഏതാണെന്ന് മനസ്സിലായാൽ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചില നിർമ്മാതാക്കൾ ഐസികൾ ഏതാണെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അതിന് മുകളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറുകൾ മായ്ച്ചു കളയാറുണ്ട്. 2 ഭാഗങ്ങളായിട്ടാണ് അവർ സബ്വൂഫറിന്റെ പുറകുവശം ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗമാണ് നമ്മളിപ്പോൾ അഴിച്ചത്. ഇതിനകത്ത് ഈ ഓഡിയോ സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായ പവർ സപ്ലൈ യൂണിറ്റും മദർ ബോർഡും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി അഴിച്ചു നോക്കാം. ഈ ഭാഗത്ത് ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ സബ്വൂഫർ ഡ്രൈവറും അതുപോലെ ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ ഫ്രണ്ട് പാനലിലുള്ള സ്വിച്ചുകളും ഡിസ്പ്ലേയും USB ഡ്രൈവ് സോക്കറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഭാഗവും മാത്രമാണ് ഉള്ളത്. ഈ മദർ ബോർഡ് തന്നെയാണ് ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമെന്ന് പറയാം. ഇവിടെ ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ ഓഡിയോ സെക്ഷന് വേണ്ടി 3 ക്ലാസ് D ഐസികൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. എന്താണ് ക്ലാസ് D ആംപ്ലിഫയർ എന്നത് മുമ്പ് വിശദമാക്കിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഇവിടെ ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ ആംപ്ലിഫയർ സെക്ഷന് വേണ്ടി 3 ക്ലാസ് D ആംപ്ലിഫയർ ഐസികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഐസി ഒഴികെ മറ്റു 2 ഐസികളും ഒരേ നമ്പറിൽ ഒരേ വിഭാഗത്തിൽ വരുന്ന ഐസികളാണ്. ഈ ഐസിയും മറ്റ് 2 ഐസികളുടെ കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും ഈ ഐസിക്ക് പവർ ഔട്ട്പുട്ട് കൂടുതലാണ്. ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ ഡിജിറ്റൽ ഡീകോഡറായി സൺപ്ലസിന്റെ മൈക്രോ പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഓഡിയോ സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായ പവർ നൽകുവാൻ വേണ്ടി SMPS അടിസ്ഥാനമാക്കിയുള്ള പവർ സപ്ലൈ യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു ക്ലാസ് D വിഭാഗത്തിൽപ്പെടുന്ന ആംപ്ലിഫയർ ആയതിനാൽ ക്ലാസ് AB പോലെ ഈ ആംപ്ലിഫയർ അമിതമായ താപം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഹീറ്റ് സിങ്കുകൾ മാത്രമേ ഈ ബോർഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഹീറ്റ് സിങ്കുകൾ പ്രധാനമായിട്ടും പവർ സപ്ലൈ യൂണിറ്റിന്റെ ഭാഗത്ത് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ യൂണിറ്റിന്റെ ഓഡിയോ ഐസിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ ESMT AD82584D എന്ന നമ്പറിലുള്ള 2 ഐസികൾ നമുക്ക് ഈ സെക്ഷനിൽ കാണാൻ സാധിക്കുന്നു. ഇവ ക്ലാസ് D വിഭാഗത്തിൽ വരുന്ന ഡിജിറ്റൽ സർക്യൂട്ടുകൾ അടങ്ങിയ ഐസികളാണ്. ആധുനിക ടിവികളിലും ബൂം ബോക്സുകളിലും CD DVD പ്ലെയറുകളിലും സൗണ്ട് ബാറുകളിലും വയർലെസ് ഓഡിയോ ഡിവൈസുകളിലും ഓഡിയോ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഈ ക്ലാസ് D ഐസികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ ഐസിയിൽ നിന്നും ലഭിക്കുന്ന മൊത്തം പവറിനെ 2 ചാനലുകളിലേക്ക് വിഭജിച്ചുകൊണ്ട് സ്റ്റീരിയോ പവർ ഐസിയായും മൊത്തം പവർ ഔട്ട്പുട്ടിനെ ഒരു ചാനലിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് ഒരു മോണോ ചാനൽ ഐസിയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ESMT 82584D എന്നത് ഓരോ ചാനലും 25 വാട്ട്സ് വീതം ഔട്ട്പുട്ടാണ് നൽകുന്നത്. ഈ ഒരു ഐസിയിൽ 4 ഓം സ്പീക്കർ ഡ്രൈവർ നൽകിയാൽ 50 വാട്ട്സ് ഔട്ട്പുട്ട് ലഭിക്കും. 24 വോൾട്ട് പവർ സപ്ലൈയിൽ നിന്നാണ് ഇവ ഈ ഔട്ട്പുട്ടുകൾ നൽകുന്നത്. ഇത്രയും പവർ ഔട്ട്പുട്ട് നൽകുന്ന ഈ
ഈ ഐസിയിൽ താപം കുറക്കാൻ വേണ്ടി വലിയൊരു ഹീറ്റ് സിങ്കോ ഫാനോ ഒന്നും ആവശ്യമില്ലാത്തത് വളരെ ചെറിയ ഒരു സ്പേസിനുള്ളിൽ ഉൾക്കൊള്ളിക്കുക എന്നത് വളരെ എളുപ്പമാക്കി മാറ്റുന്നുണ്ട്. ഈ ഐസിയിൽ തന്നെ വോളിയം കൺട്രോളുകളും 16 ഇക്വലൈസർ ബാൻഡുകളും ഓഡിയോ മിക്സിംഗ് യൂണിറ്റും 3D സറൗണ്ട് സൗണ്ട് യൂണിറ്റും ഡൈനാമിക് റേഞ്ച് കൺട്രോളുകളും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായ രീതിയിൽ കൃത്യമായ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈൻ നൽകിയാൽ ഈ ഐസിയുടെ എല്ലാ സവിശേഷതകളും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കും. ആകെ 48 ലെഗുകളാണ് ഈ ഐസിക്ക് ഉള്ളത്. ഈ ഐസി പാക്കേജിന്റെ താഴ്ഭാഗത്തായാണ് തെർമൽ പാഡ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഹീറ്റ് സിങ്ക് പ്രത്യേകം ഘടിപ്പിക്കാത്ത ഐസി ആയതുകൊണ്ട് തന്നെ താപം കുറക്കാൻ വേണ്ടി PCB ബോർഡിന്റെ ഗ്രൗണ്ട് ഭാഗത്തേക്ക് ഈ തെർമൽ പാഡ് സോൾഡറിംഗ് ചെയ്താൽ മതിയാകും. ഇവിടെ സെബ്രോണിക്സിന്റെ ബോർഡിൽ അതുപോലെ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഡിജിറ്റൽ സർക്യൂട്ടുകൾ ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ഡി വിഭാഗത്തിൽപ്പെടുന്ന ഐസിയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സിഗ്നലിന്റെ സഹായത്താൽ സറൗണ്ട് പ്രവർത്തിപ്പിക്കുവാനും സറൗണ്ട് സൗണ്ട് ബൈപ്പാസ് ചെയ്യുവാനും ബേസും ട്രെബിളും പ്രവർത്തിപ്പിക്കുവാനും പ്രവർത്തനരഹിതമാക്കാനും ഓരോ ചാനലിനും പ്രത്യേകം ഇക്വലൈസറുകൾ ഉപയോഗിക്കുവാനും തുടങ്ങിയ പല കാര്യങ്ങളും ഡിജിറ്റൽ ഇൻപുട്ടിന്റെ സഹായത്താൽ ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ഐസികളും നൽകുന്ന പരമാവധി ഔട്ട്പുട്ട് പവർ എന്നത് 50 വാട്ട്സ് വീതമാണ്. അതായത് രണ്ട് ഐസികളും കൂടി 100 വാട്ട്സ് പവർ ഔട്ട്പുട്ടാണ് നൽകുന്നത്. ഇനി ഇതേ കമ്പനിയുടെ അടുത്ത ഐസി കൂടി പരിശോധിക്കാം. ഇതും ESMTയുടെ ഐസി തന്നെയാണ്. ഇതിന്റെ നമ്പർ AD83586B ആണെന്ന് കാണാം. ഇത് പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ഐസിയാണ്. 40 വാട്ട്സിന്റെ 2 സ്റ്റീരിയോ ചാനൽ ഔട്ട്പുട്ട് ഈ ഐസിയിൽ നിന്നും എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 80 വാട്ട്സിന്റെ ഒരു മോണോ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ 20 വാട്ട്സിന്റെ 2 ഔട്ട്പുട്ടും 40 വാട്ട്സിന്റെ ഒരു ഔട്ട്പുട്ടും നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ സാധിക്കും. 4 ഓമിന്റെ സ്പീക്കർ ഡ്രൈവർ നൽകിയാൽ 60 വാട്ട്സ് ഔട്ട്പുട്ടും ലഭിക്കും. ESMTയുടെ നേരത്തെ പറഞ്ഞ ഐസിയുടെ പ്രത്യേകതകൾ എല്ലാം തന്നെ ഈ ഐസിക്കുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ESMTയുടെ നേരത്തെ പറഞ്ഞ നമ്പറുകളിലുള്ള 3 ഐസികൾ ഉണ്ടെങ്കിൽ ഒരു 5.1 ചാനൽ ആംപ്ലിഫയറിനായി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ESMTയുടെ 3 ഐസികളുടെയും ആകെ ഔട്ട്പുട്ട് വാട്ട്സ് പരിശോധിച്ചാൽ 180 വാട്ട്സ് ആണെന്ന് കാണാം. ആദ്യം പറഞ്ഞ 2 ഐസികളും 50 വാട്ട്സ് വീതം നൽകുമ്പോൾ മൂന്നാമത്തെ ഐസി നൽകുന്നത് 80 വാട്ട്സ് ആണ്. അപ്പോൾ 3 ഐസികളും കൂടിയാൽ 180 വാട്ട്സ് ഔട്ട്പുട്ടാണ് പരമാവധി ലഭിക്കുന്നത്. എന്നാൽ 525 വാട്ട്സ് RMS പവർ ഔട്ട്പുട്ട് ലഭിക്കുമെന്നാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ നിർമ്മാതാക്കൾ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ ബോർഡിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഐസിയാണ് സൺപ്ലസിന്റെ SPHE8109H എന്ന ഐസി. ഇത് സൺപ്ലസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിനോടൊപ്പം ഉൾച്ചേർന്നു വരുന്ന ഒരു 32 ബിറ്റ് RISC പ്രോസസ്സറാണ്. സൺപ്ലസ് SPHE8109 സീരീസ് ഉള്ളിൽ ഒരു ഓഡിയോ DSP ഉള്ള ഒരു ഉയർന്ന മൾട്ടിമീഡിയ SOC ഐസിയാണ്. ഒരു ശബ്ദ ഉപകരണം എന്ന നിലയിൽ സാധാരണ ആപ്ലിക്കേഷനുകൾക്ക് ഈ ഐസി മികച്ച സൗണ്ട് ക്വാളിറ്റി നൽകാറുണ്ട്. കൂടാതെ ഓക്സ്, ലൈൻ ഇൻ, കോയാക്സിയൽ ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ARC ഇൻപുട്ട്, ബ്ലൂടൂത്ത് ഇൻപുട്ട്, USB ഇൻപുട്ട്, കാർഡ് ഇൻപുട്ട് തുടങ്ങിയ ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഇൻപുട്ട് ഡിവൈസുകൾക്കകത്തുള്ള ശബ്ദ നിലവാരത്തെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഐസിക്ക് സാധിക്കും. SPHE8109 എന്ന സൺപ്ലസിന്റെ സീരീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷന്റെയും വയറിംഗിന്റെയും പരമാവധി ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ്. ഇതിന് നിരവധി ഫംഗ്ഷണൽ ആപ്ലിക്കേഷനുകളെ, അതായത് ഡോൾബി, DTS തുടങ്ങിയ ആപ്ലിക്കേഷനുകളെ പിന്തുണയ്ക്കാൻ സാധിക്കും. ഓഡിയോ ഡീകോഡിംഗിന്റെ കാര്യങ്ങൾ നോക്കിയാൽ ഈ ഐസി 2 ചാനൽ 16 ബിറ്റ് ADC ഇൻപുട്ടും 2 ചാനൽ 24 ബിറ്റ് DAC ഔട്ട്പുട്ടും നൽകുന്നുണ്ട്. ARC, CEC, ഒപ്റ്റിക്കൽ തുടങ്ങിയ എല്ലാം ഈ ഐസി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ ഇൻപുട്ട് കണക്ടിവിറ്റി ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബഡ്ജറ്റ് സൗണ്ട് ബാർ വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണക്ടിവിറ്റിയാണ്. ഈ ഒരു 5.1 സൗണ്ട് ബാർ ഓഡിയോ സിസ്റ്റത്തിൽ ഇൻപുട്ട് കണക്ടിവിറ്റിക്ക് വേണ്ടി HDMI, ARC, അതുപോലെ ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ബ്ലൂടൂത്ത് ഇൻപുട്ട്, USB ഡ്രൈവ് ഇൻപുട്ട് തുടങ്ങിയ ഡിജിറ്റൽ കണക്ഷനുകളും ഒരു ഓക്സ് അനലോഗ് സ്റ്റീരിയോ ഇൻപുട്ട് കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു 5.1 ഓഡിയോ ഔട്ട്പുട്ട് സിസ്റ്റം ആണെങ്കിലും 5.1 അനലോഗ് ഓഡിയോ ഇൻപുട്ട് നൽകാൻ സാധിക്കില്ല. ഒപ്റ്റിക്കൽ ഇൻപുട്ട് വഴിയോ HDMI ആർക്ക് ഇൻപുട്ട് വഴിയോ നമുക്ക് 5.1 ഇൻപുട്ട് നൽകുകയും അതിന്റെ 5.1 ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ കൈവശമുള്ള USB ഡ്രൈവിൽ ഒരു 5.1 ഓഡിയോ ഫയൽ ഉണ്ടെങ്കിൽ അത് ഈ സിസ്റ്റം വഴി പ്ലേ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ HDMI ARC ഇൻപുട്ടാണ് ഈ ഓഡിയോ സിസ്റ്റത്തിന് ഉള്ളത്. HDMI ARC അഥവാ ഓഡിയോ റിട്ടേൺ ചാനൽ സൗകര്യം നൽകുന്ന ഒരു ടിവിയിൽ നിന്ന് ഈ ഒരു ഓഡിയോ സിസ്റ്റത്തിലേക്ക് കണക്ട്
കണക്ട് ചെയ്താൽ ഒരു 5.1 ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. HDMI ARC ഇല്ലാത്ത ഒരു ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒപ്റ്റിക്കൽ ഓഡിയോ ഇൻപുട്ട് വഴി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്താൽ ഒരു 5.1 ഔട്ട്പുട്ട് ലഭിക്കും. ഈ കാണുന്നതാണ് ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ സൗണ്ട് ബാർ. ഈ സൗണ്ട് ബാറിൽ 3 സ്പീക്കർ ഡ്രൈവറുകൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഒരു ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കറും ഒരു സെന്റർ സ്പീക്കറും ഒരു ഫ്രണ്ട് റൈറ്റ് സ്പീക്കറും. ഈ 3 സ്പീക്കർ ഡ്രൈവറുകൾ ഈ സൗണ്ട് ബാറിന്റെ അകത്തുണ്ട്. ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ മറ്റൊരു ഇലക്ട്രോണിക് ഘടകവും ഈ സൗണ്ട് ബാർ സിസ്റ്റത്തിൽ വരുന്നില്ല. ഈ സൗണ്ട് ബാർ സിസ്റ്റത്തിന്റെ അകത്തുള്ള 3 സ്പീക്കർ ഡ്രൈവറുകളുടെ ഔട്ട്പുട്ട് വയറുകൾ മാത്രമാണ് ഈ സൗണ്ട് ബാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ചാനലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഓരോ വയറിന്റെ അഗ്രഭാഗത്തും പ്രത്യേകം കണക്ടറുകളും ആ കണക്ടറുകൾക്ക് പ്രത്യേകമായി കളർ കോഡ് നൽകിയിട്ടുണ്ട്. അതേ കളർ കോഡ് അടങ്ങിയ സോക്കറ്റുകൾ ഈ സബ്വൂഫർ ബോക്സിന്റെ പുറകിലും കാണാം. സ്പീക്കർ ഡ്രൈവറുകളുടെ എല്ലാ വയറുകളും അതാത് സ്പീക്കർ ഡ്രൈവറുകളുടെ ബോക്സിനകത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. ആ വയറുകളുടെ അഗ്രഭാഗത്തുള്ള ഈ പ്രത്യേക കണക്ടറുകളാണ് ഈ സബ്വൂഫർ ബോക്സിലുള്ള ആംപ്ലിഫയർ സെക്ഷനിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു രീതി ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു സൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന മുറി ചെറിയൊരു മുറിയാണെങ്കിൽ ഇതോടൊപ്പം ലഭിക്കുന്ന വയറുകൾ തന്നെ മതിയാകും. എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള മുറിയാണെങ്കിൽ വയറുകൾ തികയാതെ വരാൻ സാധ്യതയുണ്ട്. സ്പീക്കർ ഔട്ട്പുട്ടുകൾക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള കണക്ടറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വയറുകൾ ജോയിന്റ് ചെയ്ത് ഉപയോഗിക്കുവാനുള്ള ഒരു അവസരം ഇല്ലാതാകുന്നു. ഈ ഒരു 5.1 സൗണ്ട് ബാർ ഓഡിയോ സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിന്റെ ആംപ്ലിഫയർ ബോർഡിൽ നിന്നും 5 സ്പീക്കർ ഔട്ട്പുട്ടുകൾ പ്രത്യേകമായി തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആംപ്ലിഫയറിന്റെ ഇംപെഡൻസും വാട്സും മാച്ച് ചെയ്യുന്ന മറ്റു സ്പീക്കർ ഡ്രൈവറുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 3 സ്പീക്കർ ഡ്രൈവറുകൾ ഉൾക്കൊള്ളിച്ചു വരുന്ന ഈ സൗണ്ട് ബാർ ഒഴിവാക്കിക്കൊണ്ട് ഫ്രണ്ട് ലെഫ്റ്റ്, സെന്റർ, ഫ്രണ്ട് റൈറ്റ് ചാനലുകൾക്കായി 3 പ്രത്യേക സ്പീക്കർ ഡ്രൈവറുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു 5.1 ഓഡിയോ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി ഈ സിസ്റ്റം ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് വഴി കണക്ട് ചെയ്താൽ ഒരു 5.1 ഔട്ട്പുട്ട് നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനായി ഈ ഓഡിയോ സിസ്റ്റം ഒരു കമ്പ്യൂട്ടറുമായി ഒപ്റ്റിക്കൽ ഇൻപുട്ട് വഴി കണക്ട് ചെയ്യുകയാണ്. ഇത് പരിശോധിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു 5.1 ഓഡിയോ ഫയൽ ഒഡാസിറ്റി എന്ന ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വഴി ഒന്ന് തുറന്നു നോക്കാം. ഇതൊരു 5.1 ഓഡിയോ ഫയലാണ്. ഇവിടെ നമുക്ക് 6 ചാനലുകൾ കാണാം. ഇവ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെന്റർ, LFE, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ് ചാനലുകളാണ്. ഒരു സൗണ്ട് സിസ്റ്റം യഥാർത്ഥ 5.1 സപ്പോർട്ട് ഇല്ല എങ്കിൽ നമുക്ക് ഈ ചാനലുകളെ പ്രത്യേകമായിട്ട് കേൾക്കാൻ സാധിക്കില്ല. എല്ലാ ചാനലുകളും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം സെന്റർ ചാനൽ മാത്രം മ്യൂട്ട് ഒഴിവാക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ഓഡിയോ സംഗീത ഫയലിലെ സെന്റർ ചാനലിൽ നിന്നും ഗായകന്റെ ശബ്ദം മാത്രം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ചാനലുകളും മാറി മാറി പരിശോധിക്കുമ്പോൾ പ്രത്യേകമായി അതാത് സ്പീക്കർ ഡ്രൈവറുകളിലൂടെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ഈ ഒരു സിസ്റ്റം യഥാർത്ഥ 5.1 ഔട്ട്പുട്ട് നൽകുന്ന സിസ്റ്റമാണെന്ന് മനസ്സിലാക്കാം. ഈ സിസ്റ്റത്തിന്റെ ഓഡിയോ ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച നിലവാരം പുലർത്തുന്നു എന്ന് തന്നെ പറയാം. കമ്പനി അവകാശപ്പെടുന്ന 525 വാട്ട്സ് ഔട്ട്പുട്ടൊന്നും അകത്തെ ആംപ്ലിഫയർ ഐസികളിൽ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ഓഫർ പ്രൈസ് റേഞ്ചിന് ആവശ്യമായ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയും ഔട്ട്പുട്ടും ഈ ഓഡിയോ സിസ്റ്റം നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം.